പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ചികിത്സാ പിഴവിൽ അന്വേഷണം തുടങ്ങി പോലീസ്. വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ചികിത്സാ പിഴവിൽ നടപടി ആവശ്യപ്പെട്ട് മരിച്ച യുവാവിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ബിസ്മീറിന് ചികിത്സ വൈകിപ്പിച്ച ആശുപത്രി ജീവനക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിന് പിന്നാലെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷം. ഉന്തിലും തള്ളിലും നിരവധി പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു. ബിസ്മീറിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് BJPയുടെ ആവശ്യം. ഒരു SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, ബിസ്മീറിൻ്റെ ഭാര്യക്കോ ആശ്രിതർക്കോ സർക്കാർ ജോലി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതുപോലെ ഇവരുടെ മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. സാധ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് ബിസ്മീറിന്റെ വീട് സന്ദർശിച്ച IB സതീഷ് MLA. മികച്ച ചികിത്സ സാധാരണക്കാരായ രോഗികൾക്ക് ലഭ്യമാകുന്നതിനാണ് സർക്കാർ എല്ലാം ചെയ്യുന്നത്. നാട് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാവും, ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം പരമാവധി സഹായം ഈ കുടുംബത്തിന് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ബിസ്മീറിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നാണ് സൂചന. വിളപ്പിൽശാല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.